നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ നിന്ന് എത്തുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മുംബൈ സ്ഫോടന പരമ്പരയിലെ ആ സൂത്രധാരന്മാരെയും അതിൽ പങ്കാളികളായവരെയൊക്കെ പാകിസ്ഥാനിൽ പോലും കടന്നു ചെന്ന് അജ്ഞാത ശക്തിയാൽ കൊന്നൊടുക്കുന്ന കാഴ്ച. അതിൻ്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2019 നരേന്ദ്രമോദി സർക്കാർ തുടങ്ങിയ നിയമ പോരാട്ടം. ആ പോരാട്ടത്തിനൊടുവിൽ US ജുഡീഷ്യറി വിധിച്ചു റാണയ്ക്ക് ഇന്ത്യയിലേക്ക് പോകാം, അവിടുത്തെ നിയമ നടപടികൾ നേരിടാമെന്ന്. ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇതിന് വേഗത കൂടി. ഇന്ന് ആ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. 2008 നവംബർ 26 170 പേരുടെ മരണത്തിൽ കലാശിച്ച മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. അതിൽ പിടികൂടപ്പെട്ട കസവ് തൂക്കിലേറ്റപ്പെട്ടു. റാണ ഇവിടെ എത്തുമ്പോൾ NIA ഒരു വലിയ സംഘം തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനായി നിൽക്കുന്നു. റാണയെ കൊണ്ടുപോകുന്നത് NIA ആയിരിക്കും, NIA കസ്റ്റഡിയിലായിരിക്കും, പാർപ്പിക്കുന്ന തിഹാർ ജയിലിലും. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങൾ പൂർത്തിയായതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഈ ഒരുക്കങ്ങളിലേക്ക് കടിഞ്ഞാൺ പിടിച്ചത് അജിത് ഡോവലും ആഭ്യന്തര മന്ത്രാലയവുമായിരുന്നു. ഏതായാലും നമ്മുടെ രാജ്യത്തിന് മുറിവേൽപ്പിച്ച ഒരിക്കലും മറക്കാനാവാത്ത വേദനകൾ സമ്മാനിച്ച ആ ഒരു വലിയ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ തഹാവൂർ റാണ ഇന്ത്യയിലെത്തുകയാണ്. ഇത് മോദിയുടെ വിജയമാണ്, ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.